ഇതുവരെ നമ്മൾ ഓൾഡ് പ്രാഗും ഓൾഡ് ടൗണും ഒക്കെ ആണല്ലോ കണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് മോഡേൺ പ്രാഗ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ദൂരെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റുന്നില്ലേ, അതാണ് ഡാൻസിങ് ഹൗസ്. അത് അത്ര പഴയതൊന്നുമല്ല, പുതിയതായിട്ട് ഈ അടുത്ത കാലത്ത് പണിത ബിൽഡിംഗ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പിൾ ഡാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും അത് കണ്ടാൽ. അപ്പോൾ ഒരു ഗ്ലാസ് ഹൗസ് പോലെ വെച്ചിരിക്കുന്ന ഒരു ലേഡിയും മറ്റേ അപ്പുറത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ആൾക്കാർ അത് ഫ്രെഡ് ആൻഡ് ജിഞ്ചർ എന്നാണ് പറയുക അതിന്. അപ്പോൾ ഒരാണും ഒരു പെണ്ണും കൂടി ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നൊരു പോസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു മോഡേൺ ആർക്കിടെക്ചറൽ വണ്ടർ പോലെയാണ് അവരത് ഇത് ചെയ്യുന്നത്. പക്ഷേ കാണുമ്പോൾ അത്ര വലിയൊരു ഇതൊന്നും തോന്നുന്നില്ല നമുക്ക്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കഫറ്റേറിയ എന്തോ ഉണ്ട്, അവിടെ കയറി നിന്നാൽ നമുക്ക് പ്രാഗ് മുഴുവൻ കാണാം. അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട്, പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെ വാൾട്ടാവർ റിവറിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ കുറേ പിന്നെ കഫേസും അതും ഇതൊക്കെ ഉണ്ട്. ഒരു ഗ്ലാസ് ബിൽഡിങ്ങും ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് കാണുന്നില്ലേ, ആ ഗ്ലാസ് ബിൽഡിംഗ് ആണ് ജിഞ്ചർ, മറ്റേതാണ് ഫ്രെഡ്. പിന്നെ വേറൊരു മോഡേൺ സ്കൾപ്ചർ എന്ന് പറയാനായിട്ടുള്ളത് ഒരു ചെക്ക് റൈറ്റർ ഫ്രാൻസ് കാഫ്കയുടെ ഹെഡ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ എത്രയോ ടൈം ഉണ്ട് അവർക്ക്, എനിക്കൊന്ന് 1 മണിക്കൂറിലോ ഒരു 10 മിനിറ്റ്സോ എന്തോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ചുമ്മാ ഒരു ഫാൻസിയാണ്, നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് റൊട്ടേറ്റിംഗ് ഹെഡ് ഓഫ് ഫ്രാൻസ് കാഫ്ക. പിന്നെ ഉള്ളത് ഒരു നല്ല രസമുള്ള ഒരു ഗ്രാഫിറ്റി പെയിൻറ്റിംഗ് ഉള്ള ഒരു ബോളാണ്. അതിന് ലെനൻ വാൾ എന്നാണ് പറയുക. അതിനെ അവർ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്രീഡം, പീസ് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പം അത് പണ്ടത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് കാലത്ത് ഇവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നില്ല, പാട്ട് പാടാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ വന്നിട്ടെല്ലാം എഴുതി വെക്കും. അവരുടെ പ്രൊട്ടസ്റ്റ് മുഴുവൻ ഇതിനകത്ത് എഴുതി കാണിക്കും. അപ്പോഴും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു വാളാണ്, ചെറിയൊരു വാളാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടു. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഷോപ്പുണ്ട് കാനബീസ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും നമ്മുടെ നാട്ടിലെ കഞ്ചാവ് തന്നെയാണത്. അപ്പോൾ അതിന് ഇവർക്ക് വെറൈറ്റി, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ എല്ലാ സാധനങ്ങളും ഈ കഞ്ചാവ് ചേർത്തായിരിക്കും. ആ ഷോപ്പിൽ അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയില്ല. അതുപോലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലിക്കർ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ തമാശയ്ക്ക് പറയില്ലേ, വെള്ളമാണ് ബിയർ ഈസ് ചീപ്പർ ദാൻ വാട്ടർ എന്ന്, അതേപോലെയാണ് ഇവിടെ. ബിയർ ഭയങ്കരമായിട്ട് ലാഭമാണ്, എല്ലാവരും ബിയർ കഴിക്കും. പിന്നെ ഇവിടെ നിറച്ച് ബ്രൂവറിയൊക്കെ ഉണ്ട്. പിന്നെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ, അപ്പോൾ അതാവും അവർ കൂടുതൽ ബിയറും സിഗരറ്റ് വലിക്കുന്നതും അതിൻ്റെയൊക്കെ റീസൺ. ഞങ്ങളങ്ങനെ തിരിച്ചു പോകാനായിട്ട് ബസ്സിൽ കയറി. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒരു പള്ളിയുടെ മുമ്പിൽ കുറേ ഇങ്ങനെ സ്റ്റോള് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കാം, എന്തോ അവിടെ ഒരു ഫംഗ്ഷൻ പോലെ തോന്നി നമുക്ക്. അവിടെ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കും അതൊരു നമുക്ക് തോന്നി എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പള്ളിപ്പെരുന്നാളോ ഉത്സവമോ ഒക്കെ പോലെ ഇങ്ങനെ നിറച്ച് പിന്നെ ചെറിയ ചെറിയ സ്റ്റോൾ കെട്ടിയിട്ട് അത് അവർ ഹോം മെയ്ഡ് ഐറ്റംസും കുറേയൊക്കെ അവർ വരച്ച സാധനങ്ങൾ, അവർക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വിൽക്കുകയാണ്. അപ്പോൾ നിറച്ച ആൾക്കാരുണ്ട്, ഭക്ഷണമാണ് കൂടുതൽ. അപ്പോൾ അവിടെ ഉണ്ട് ലിക്കറൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളിങ്ങനെ, എനിക്ക് നല്ല ഇഷ്ടമായി 2-3 ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസൊക്കെ ഞാനിങ്ങനെ 2-3 എടുത്തു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അവർ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല, ക്യാഷ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ പള്ളിയുടെ ഗ്രൗണ്ടിലാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വൈബായിരുന്നു. നമുക്ക് നടക്കാനും നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാനും കുടിക്കാനും ഒക്കെ എല്ലാ സംഗതികളും ഉണ്ട്. അതുപോലെ ഒരു പ്രോഗ്രാമും അത് കഴിഞ്ഞ് അവിടെ സൈഡിലുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി. നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് നോക്കി. പക്ഷേ എന്തോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ നമുക്ക് അവരുടെ ലാംഗ്വേജ് മനസ്സിലാവുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് ഇനി കണ്ടിട്ട് കാര്യമില്ല, ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞങ്ങളിവിടെ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, സീനിയർ സിറ്റിസൺസ് വളരെ ആക്റ്റീവാണ്. അവർക്ക് വയ്യെങ്കിലും അവർ വീൽ ചെയറിലും ഒക്കെ വരും. ഈ ഇങ്ങനത്തെ ഫംഗ്ഷൻസിൽ മുഴുവൻ അവർ വന്നിരിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ബില്ലിംഗ് കൗണ്ടറിലിരിക്കുന്ന ഒരു 2 പേരെങ്കിലും എബോവ് 70 ആയിട്ടുള്ള ലേഡീസ് ആയിരിക്കും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം നമുക്കൊരു വയ്യാന്നോ, നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നുമോ നമുക്ക് വയ്യ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇനി അത് പറ്റില്ല, ഇത്രയും വയസ്സായി, അതൊന്നുമില്ല. അവർ വളരെ ആക്റ്റീവാണ്. പിന്നെ വേറൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ട്രാം സർവീസ്.
ഇവിടുത്തെ ട്രാം സർവീസ് 1828 വന്ന് തുടങ്ങിയതാണ് ഫസ്റ്റ്. പക്ഷെ അതിപ്പോഴും വളരെ എഫിഷ്യൻ്റായിട്ടും വളരെ കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും മുക്കിന് മൂലയ്ക്ക് ട്രാം വരും. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ചെറിയ വഴി, അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ നടക്കും, ക്രോസ് ചെയ്യും, കാറ് വരും. ഒരു പ്രശ്നമില്ലാത്ത ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഇതൊരു മോളിൻ്റെ മുമ്പിലുള്ള ട്രാം സ്റ്റേഷനാണ്. മോളിൽ നിന്ന് ഇറങ്ങി നേരെ അതിനകത്ത് കയറാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ ഇനി നാളെ അടുത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.